പുനർജന്മം കാത്ത് ഒരു 80-കാരന്റെ മൃതശരീരം 200 ഡിഗ്രിയിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേർ വിശ്വസിക്കും? ആ പ്രക്രിയയ്ക്ക് വേണ്ടി വന്ന ചെലവാകട്ടെ 94 ലക്ഷം രൂപയിലധികവും. സംഭവം സത്യമാണ്. ഓസ്ട്രേലിയയിലെ ക്രയോണിക്സ് കമ്പനിയിലേക്കാണ് പുനർജന്മം പ്രതീക്ഷിച്ച് 80-കാരന്റെ ശരീരം ലഭിച്ചിരിക്കുന്നത്. എന്താണ് ക്രയോണിക്സ് എന്ന് ആദ്യം പറയാം. ഭാവിയിൽ പുനർജന്മം സംഭവിക്കുമെന്ന പ്രതീക്ഷയിൽ മൃതദേഹം ശീതീകരിച്ച് സൂക്ഷിക്കുന്നതിനെയാണ് ക്രയോണിക്സ് എന്ന് പറയുന്നത്. ഒരുപാട് കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് തങ്ങളുടെ ആദ്യത്തെ ക്ലയന്റിനെ ക്രയോണിക്സിന് ലഭിച്ചത്. കഴിഞ്ഞ ദിവസം ഡിസ്നിയിൽ മരിച്ച 80-കാരന്റെ മൃതദേഹമാണ് ക്രയോണിക്സ് കമ്പനി ഏറ്റെടുത്തത്. ഈ മൃതദേഹത്തെ ഹോൾബ്രൂക്കിലുള്ള സ്ഥാപനത്തിൽ ക്രയോജനിക്കലി ശീതീകരിച്ച് സൂക്ഷിച്ചിരിക്കുകയാണ് ഇവർ ഇപ്പോൾ. ക്രയോണിക്സ് നടത്തുന്നതിന് അന്തരിച്ച 80-കാരന്റെ കുടുംബം കമ്പനിക്ക് പൂർണ്ണ അനുമതി നൽകിയിട്ടുണ്ടെന്നും സദേൺ ക്രയോണിക്സിന്റെ ഫെസിലിന്റെ മാനേജർ ഫിലിപ്പ് ഫ്രോട്സ് പറഞ്ഞു. സദേൺ ഹെമിസ്ഫിയറിന്റെ ആദ്യ ക്രയോണിക്സ് സംവിധാനമായ സദേൺ ക്രയോണിക്സിലാണ് 80-കാരന്റെ ശരീരം സൂക്ഷിച്ചിരിക്കുന്നത്. ABC ന്യൂസുമായുള്ള അഭിമുഖത്തിലായിരുന്നു ക്ലയന്റിന് ലഭിച്ച വിവരം ഫിലിഫ പങ്കുവച്ചത്. ശരീരം ശീതീകരിച്ച് സൂക്ഷിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ വളരെയധികം സമ്മർദ്ദം നിറഞ്ഞതായിരുന്നു അത്രേ. ഇത്രയധികം സമ്മർദ്ദവും സങ്കീർണവും നിറഞ്ഞതുകൊണ്ട് തന്നെ ഒരാഴ്ചയോളം തനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ലെന്നും ഫിലിഫ പറയുന്നു. വെവ്വേറെ ദിവസങ്ങളിലായി ചെയ്തു തീർക്കേണ്ടതായ വ്യത്യസ്തമായ നടപടിക്രമങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. കൃത്യമായ തയ്യാറെടുപ്പുകൾ നടത്തിയില്ലെങ്കിൽ ചെയ്തതെല്ലാം വെറുതെ ആകാനുള്ള സാധ്യത വളരെ അധികമായിരുന്നു. എന്നിട്ടും അവർ അവരുടെ ആത്മവിശ്വാസത്തെ മുറുകെ പിടിച്ചായിരുന്നു മുന്നോട്ടേക്ക് കുതിച്ചത്. പേഷ്യന്റ് 1 എന്ന് പേരിട്ട ആദ്യത്തെ ക്ലയന്റിനെ കിട്ടിയപ്പോഴുണ്ടായ ആകാംക്ഷ ഏറെയായിരുന്നു ക്രയോണിക്സ് കമ്പനിയുടെ ടീം മെമ്പേഴ്സിന്. തികച്ചും അപ്രതീക്ഷിതമായാണ് പേഷ്യന്റ് 1 എന്ന ക്ലയന്റിനെ ലഭിച്ചത്. നേരത്തെ തന്നെ ക്രയോണിക്സുമായി നല്ല പരിചയമുള്ളവരായിരിക്കണം തങ്ങളുടെ ആദ്യ ഇടപാടുകാർ എന്ന് താൻ പ്രതീക്ഷിച്ചിരുന്നതായി ഫിലിപ്പ് ഫ്രോട്സ് പറഞ്ഞു. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു പേഷ്യന്റ് 1ന്റെ കുടുംബാംഗങ്ങൾ കമ്പനിയുമായി ബന്ധപ്പെട്ടത്. വെറും ഒരാഴ്ചത്തെ സമയമാണ് ആവശ്യമായ ഒരുക്കങ്ങൾ നടത്തുന്നതിനായി ക്രയോണിക്സ് കമ്പനിക്ക് ലഭിച്ചത്. ഓരോന്നോരോന്നായി പ്രക്രിയയ്ക്ക് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ ഒരു യഥാർത്ഥ ശരീരം കൈകാര്യം ചെയ്യാൻ ഏറെ ബുദ്ധിമുട്ടിയിരുന്നു അവർ. രോഗി മരിച്ചതായി ഉറപ്പിച്ച ശേഷം സ്ലീപ്പിംഗ് ബാഗിൽ ഐസ് കൊണ്ട് പൊതിഞ്ഞായിരുന്നു മൃതദേഹം ആദ്യം സൂക്ഷിച്ചത്. അതിനുവേണ്ടി ശരീരത്തിന്റെ താപനില 80 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തിക്കുകയായിരുന്നു. ഒട്ടും വൈകാതെ തന്നെ തൊട്ടടുത്ത ദിവസം മൃതദേഹം സദേൺ ക്രയോണിക്സിന്റെ ഹോൾബ്രൂക്കിലുള്ള കെട്ടിടത്തിലേക്ക് മാറ്റി. ബാക്കിയുള്ള പ്രക്രിയകൾക്ക് ദ്രാവക രൂപത്തിലുള്ള നൈട്രജന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നൈട്രജൻ എത്തുന്നതുവരെ ഡ്രൈ ഐസിൽ സൂക്ഷിച്ചു. ശേഷം പേഷ്യന്റ് 1ന്റെ താപനില -200 ഡിഗ്രി സെൽഷ്യസായി താഴ്ത്തുകയായിരുന്നു. ശേഷം വാക്യൂം സ്റ്റോറേജ് പോഡായി പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേക ടാങ്കിൽ മൃതദേഹത്തെ നിക്ഷേപിച്ചു. 10 മണിക്കൂർ നീണ്ടുനിന്ന ഈ പ്രക്രിയയ്ക്ക് 94.13 ലക്ഷം രൂപയാണ് ചെലവായത്. ഈ ചെലവിൽ പ്രക്രിയയ്ക്ക് വേണ്ടി സഹായിച്ച മെഡിക്കൽ വിദഗ്ധർക്ക് അധികമായി നൽകിയ ഫീസും ഉൾപ്പെട്ടിട്ടുണ്ട്. ക്രയോണിക്സിന് വേണ്ടി വാദിക്കുന്നവർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ആളുകളുടെ മൃതദേഹം ശരിയായ വിധത്തിൽ മരവിപ്പിച്ച് സൂക്ഷിക്കുന്നതിലൂടെ പിന്നീട് അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഉറപ്പായും സാധിക്കുമെന്ന്. എന്നാൽ ഇത് ശരിയാണോ എന്നത് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. ബേസ്ബോൾ കളിക്കാരനായ ടെഡ് വില്യംസ്, സാമ്പത്തിക വിദഗ്ധനും സംരംഭകനുമായ ഫിൽ സലിൻ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഹാൽ ഫിന്നി എന്നിവരുടെ മൃതദേഹങ്ങളും ഇതിനോടകം ക്രയോണിക്സിനായി വിട്ടു നൽകിയിട്ടുണ്ടെന്നാണ് കേട്ടത്. പുനർജന്മം ആഗ്രഹിക്കുന്ന ചിലർ ജീവിച്ചിരിക്കെ തന്നെ തങ്ങളുടെ മരണശേഷം മൃതദേഹം ക്രയോണിക്സിനെ വിട്ടു നൽകുന്നതിന് ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. പേപാൽ സ്ഥാപകരായ ലുക് നോസക്, പീറ്റർ തീൽ എന്നിവരാണ് ക്രയോണിക്സിനായി തങ്ങളുടെ ശരീരം വിട്ടു നൽകുന്നത്.